എന്റെ വീട്ടിലൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരാമോ? കുട്ടിക്ക് ആവശ്യമുള്ള പുസ്തകം മേടിച്ചു കൊടുക്കുന്നു. എനിക്ക് വായിക്കാനും എഴുതാനും പിന്നെ സെഷൻസ് കേട്ടിട്ട് എഴുത്തുകാരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഹോർത്തൂസിൽ എത്തിയത്. അവിടെ വെച്ചാണ് ഞാൻ യൂസഫ് അലി സാറിനെ കണ്ടുമുട്ടുന്നത്. സാർ എനിക്ക് പുസ്തകം തരുമെന്ന് ഉറപ്പായിരുന്നു. ഈ ലൈബ്രറി മുഴുവൻ ഇപ്പം കുറച്ച് പുസ്തകങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. എം.എ. യൂസഫ് അലിയോട് വരദ പറഞ്ഞ കുഞ്ഞാഗ്രഹം ആ വലിയ മനസ്സ് കേട്ടു. വരദയുടെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ എത്തി. ചെറിയ പ്രായത്തിൽ തന്നെ 1000 പുസ്തകങ്ങൾ വായിച്ച് റെക്കോർഡിട്ട വരദ എം.എ. യൂസഫ് അലിയോട് ചോദിച്ച ആഗ്രഹം സാധ്യമായി. തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയും വിളവൂർക്കൽ GHSSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ വരദയ്ക്ക് ക്രിസ്മസ് സമ്മാനമായി എം.എ. യൂസഫ് അലി പുസ്തകങ്ങൾ എത്തിച്ചു നൽകി. കൊച്ചിയിലെ ഒരു പൊതുപരിപാടിയിൽ എം.എ. യൂസഫ് അലി എത്തിയപ്പോഴായിരുന്നു തന്റെ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങൾ വേണമെന്ന ആഗ്രഹം വരദ ലുലു ഗ്രൂപ്പ് ചെയർമാനോട് പങ്കുവച്ചത്. ദിവസങ്ങൾക്കകം ആ കുഞ്ഞുമോളുടെ ആഗ്രഹം നിറവേറി. കഴിഞ്ഞ വർഷം വായനാ ദിനത്തിന് മുഖ്യമന്ത്രിയാണ് എന്റെ പുസ്തകം പ്രകാശനം ചെയ്തത്. ഊഞ്ഞാല് കുട്ടിയുടെ ഉമ്മിണിക്കാര്യങ്ങളെന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇനിയൊരു പുസ്തകം എഴുതുമ്പോൾ ഞാൻ പ്രകാശനം ചെയ്യും. എന്റെ വീട്ടിലൊരു കുഞ്ഞു ലൈബ്രറി ഉണ്ട്. ആ ലൈബ്രറിയിലേക്ക് കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരാമോ? കുട്ടിക്ക് ആവശ്യമുള്ള പുസ്തകം മേടിച്ചു കൊടുക്കുന്നു. വരദ എഴുതിയ ആദ്യ പുസ്തകം മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു പ്രകാശനം ചെയ്തത്. തന്റെ അടുത്ത പുസ്തകം എം.എ. യൂസഫ് അലി പ്രകാശനം ചെയ്യണമെന്ന ആഗ്രഹവും വരദ അദ്ദേഹത്തോട് പങ്കുവച്ചിരുന്നു. കൊച്ചുമിടുക്കിയുടെ ഈ ആഗ്രഹം സാധിച്ചു നൽകുമെന്ന് എം.എ. യൂസഫ് അലി ഉറപ്പും നൽകി. പിന്നാലെയാണ് വരദയുടെ ലൈബ്രറിയിലേക്ക് യൂസഫ് അലിയുടെ ക്രിസ്മസ് സമ്മാനം എന്നോണം പുസ്തകങ്ങളുമായി ലുലു ഗ്രൂപ്പ് പ്രതിനിധികൾ എത്തിയത്. ലുലു ഗ്രൂപ്പ് ഇന്ത്യ മീഡിയ ഹെഡ് NB സ്വരാജും ലുലു ഗ്രൂപ്പ് പ്രതിനിധി നൌഫൽ കരീമും ചേർന്ന് മലയൻകീഴിലെ വരദയുടെ വീട്ടിലെത്തിയാണ് പുസ്തകങ്ങൾ കൈമാറിയത്. എനിക്ക് വായിക്കാനും എഴുതാനും പിന്നെ സെഷൻസ് കേട്ടിട്ട് എഴുത്തുകാരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും ഒക്കെ ഇഷ്ടമാണ്. അങ്ങനെയാണ് ഞാൻ ഹോർത്തൂസിൽ എത്തിയത്. അവിടെ വെച്ചാണ് ഞാൻ യൂസഫ് അലി സാറിനെ കണ്ടുമുട്ടുന്നത്. സാർ എനിക്ക് പുസ്തകം തരുമെന്ന് ഉറപ്പായിരുന്നു. കാരണം സാറിന് ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ തരാമോ എന്ന് ചോദിച്ചത്. ഈ ലൈബ്രറി മുഴുവൻ ഇപ്പം കുറച്ച് പുസ്തകങ്ങളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഒരു ഫുൾ മുറിയായിട്ട് ലൈബ്രറി ഉണ്ടാക്കണമെന്നാണ് ആഗ്രഹം. പ്രതീക്ഷിച്ചതിൽ കൂടുതൽ പുസ്തകങ്ങൾ ലഭിച്ച സന്തോഷത്തിലാണ് വരദ. തന്റെ പുതിയ പുസ്തകം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പ്രകാശനം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെന്നും ഇതിനായി എം.എ. യൂസഫ് അലിയെ ക്ഷണിക്കുമെന്നും വരദ പറഞ്ഞു. എൻ്റെ അടുത്ത പുസ്തകം എഴുതി കഴിഞ്ഞാൽ യൂസഫ് അലി സാറ് പ്രകാശനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ക്രിസ്മസ് വെക്കേഷനിൽ ആ പുസ്തകം എഴുതി തുടങ്ങുവാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ജനുവരി ആകുമ്പോൾ നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വെച്ച് പ്രകാശനം ചെയ്യാൻ പറ്റുമെന്നാണ്. ചിലപ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പുസ്തകങ്ങൾ കൂടി ഉണ്ടാകും. അകത്തു നിന്ന് ഒരു കൊക്കിക്കുരയുടെ വാതിൽ കടന്നു വന്ന അമ്മ ചോദിച്ചു, എന്താ അത്ര നേരത്തെ? ഇല്ലത്ത് അടക്ക വറുക്കാനാവും വന്നത്. വാതിലിനപ്പുറത്ത് ദൈവവും സ്ഥലം പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. എൻ്റെ 2ാം മുട്ടെന്ന് എടുത്താ സുമിത്രേ? ദേവു ഓർമ്മിപ്പിച്ചു. പലഹാരം ഇപ്പം ഉണ്ടാക്കാന്ന് പറ സുമിത്രേ, ചായ കഴിച്ചിട്ട് പോകാം. സുമിത്ര അത് കേട്ടില്ലെന്ന് അടിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. നിറമുള്ള ഒരു തോർത്ത് കൊണ്ടുവന്ന് നീട്ടിയിട്ട് പറഞ്ഞു, ദാ തോർത്ത്, വേസ്റ്റ് ഞാൻ മടക്കി വയ്ക്കാം. ഷർട്ടിലെപ്പടി വേർപ്പാ, ഞാൻ തിരുമ്പിട്ടോളാം. അയാൾ മുറ്റത്തേക്ക് ഇറങ്ങി. വെള്ളിയാഴ്ചയാണ്, പച്ച മീനൊന്നും ഉണ്ടാവൂല. എന്നാലും രാത്രി ഉണ്ണാൻ കാലത്തേക്ക് വരണം. സുമിത്ര ഓർമ്മിപ്പിച്ചു. എന്ത് പറയണമെന്ന് ഒരു നിമിഷം സംശയിച്ചു. ചാലിശ്ശേരിയിൽ നിന്ന് മടങ്ങുമ്പോൾ നേരെ ഇഷ്യാവും. അതുകൊണ്ടെന്താ, വന്നിട്ടേ ഞങ്ങൾ വാതിലടയ്ക്കും. യാത്ര അയക്കാനെന്നോണം അവൾ മുറ്റത്തിറങ്ങി. അയാൾ പടിയിറങ്ങുമ്പോൾ സുമിത്ര ഓർമ്മിപ്പിച്ചു, പിന്നിലാവാ, അധികം എട്ടാവണിൻ്റെ മുമ്പേ മടങ്ങാൻ നോക്കിക്കൊണ്ടു. ഞാൻ ലൈബ്രറിയിൽ നിന്നാണ്, സ്കൂൾ ലൈബ്രറിയിൽ നിന്നും എൻ്റെ നാട്ടിലെ ലൈബ്രറിയിൽ നിന്നുമാണ് പുസ്തകങ്ങൾ എടുത്ത് വായിക്കാറുള്ളത്. പക്ഷെ വായിച്ചിട്ട് ഇഷ്ടപ്പെട്ടു പോയ പുസ്തകങ്ങൾ തിരികെ കൊടുക്കാൻ ഒരു മടി പോലെ തോന്നാറുണ്ട്. അപ്പോൾ എനിക്ക് വീണ്ടും എടുത്ത് വായിക്കാൻ വേണ്ടിയാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ടാണ് ഈ ഒരു ലൈബ്രറി സെറ്റ് ചെയ്ത് തന്നത്. വായനയിലും എഴുത്തിലും കഥകൾ കേൾക്കാനുള്ള താല്പര്യം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ടോയ്സ് ഒക്കെ വെച്ചിട്ട് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ ഇപ്പോൾ കുറച്ച് ടോയ്സിൻ്റെ കളക്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവർക്ക് കഥ പറയാനായിട്ട് മോള് പോകുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ വരദയുടെ വായനാ ലോകം എന്ന് പറഞ്ഞൊരു സെഷൻ ചെയ്തിരുന്നു. ഒരു അരമണിക്കൂർ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ചെയ്തത് വായനയിൽ
വായനയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, വായന എങ്ങനെയാണ് വരദ മുന്നോട്ട് കാണുന്നത്, അങ്ങനെയൊക്കെ കുറിച്ചിട്ടായിരുന്നു ഒരു സെഷൻ. അപ്പോൾ ഇത്തവണ നിയമസഭാ പുസ്തകോത്സവത്തിലും ഒരു സെഷനുണ്ട്. അതിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ്. നിനക്ക് എന്നോട് വെറുപ്പുണ്ടോ? വർഷങ്ങൾക്കപ്പുറത്ത് കേട്ട ഒരു ചിരിയുടെ മാറ്റൊലി മനസ്സിൽ ഒരു നിമിഷം ഒഴുകി നടന്നു. എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. സുമിത്ര വീണ്ടും വികൃതമായി ചിരിച്ചു. ഇഷ്ടം. അയാൾ തിണ്ണയിലെ ചാണകമടന്ന പാടുകളിലേക്ക് കണ്ണുകൾ താഴ്ത്തിയപ്പോൾ സുമിത്ര പറയുന്നത് കേട്ടു. സേതുവിന് എന്നും ഒരാളോടെ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, സേതുവിനോട് മാത്രം. കുറേ പുസ്തകങ്ങൾ തന്നു, വിചാരിച്ചതിലും കൂടുതലുണ്ടായിരുന്നു. അടിപൊളി സാറിന് നന്ദി അറിയിച്ചിരിക്കണം. ഓക്കെ. വലിയ ഷോറൂം, വലിയ സൗകര്യങ്ങൾ, വലിയ ഫാമിലി. തിരൂരിൽ ഫാമിലി വെഡിംഗ് സെന്റർ.